ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ വളരെ എന്താണ് പറയുന്നത് ഈ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ. നമ്മളുടെ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടം കച്ചവടക്കാർ വളരെ തെറ്റായ രീതിയിലുള്ള എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആരാധിക്കപ്പെടുന്ന ഒട്ടനവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭജിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ അടിച്ചിറക്കുകയും അത് വളരെ മോശമായ രീതിയിൽ, എന്നുവെച്ചാൽ അതിനെ നമ്മൾ വൾഗറൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ എന്താണ് പറയുന്നത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടന്ന കോലാഹലങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടതാണ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹ മണ്ഡലത്തിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആര് ചെയ്തു അല്ലെങ്കിൽ ആര് ചെയ്തു എന്നുള്ളതാണ് അതിലെ വിഷയം. തീർച്ചയായിട്ടും അത് അരുതാത്ത ഒരു, അല്ലെങ്കിൽ ആര് തന്നെയായാലും ശരി, അതങ്ങനെ ഒരു സംഭവം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെടുത്ത് പറയത്തക്ക ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. കാരണം അത് ഇന്ന മതക്കാരോട് ചെയ്തതുകൊണ്ട് മാത്രമല്ല, ഒരു മതത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ഒരു വ്യക്തിയും മറ്റൊരു മതത്തിനോട് ഇതേയുള്ള സമീപനം തുടരുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റെ റിലീജിയസ് സൈഡ് ഉണ്ട്, തീർച്ചയായിട്ടും അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ ആരാധിക്കുകയും അല്ലെങ്കിൽ പൂജിക്കുകയും പിന്നെ അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ മീൻസ്, ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ ജാതി മതം പറയുന്നൊരു വ്യക്തിയല്ല, എന്നാൽ തന്നെയും ഇത് നടന്ന സംഭവത്തിലെ മെറിറ്റ് ബേസിൽ അതിനകത്തിലെ ശരിയില്ല, തെറ്റുകൾ അത് തെറ്റാണ്. അങ്ങനെ ഒരു പ്രവൃത്തി സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. ഇനി എൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്നായാലും, ഇനി അവഹേളിക്കപ്പെട്ട ഈ മതത്തിലുള്ളൊരു വ്യക്തി മറ്റൊരു മതക്കാരനോടും അല്ലെങ്കിൽ മതത്തിനോടും ഒന്നും തന്നെ ഇതുപോലുള്ള സമീപനം ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി പറയാനുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിനകത്തിൽ നമ്മൾ ഈ സംഭവമെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ വന്നിട്ട് മാപ്പ് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്കറിയാം, ആ മാപ്പ് പറച്ചിൽ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്രൈം ചെയ്തിട്ട് വന്നിട്ട് മാപ്പ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നിയമം മൂലം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെങ്കിൽ, ഇപ്പോൾ മാപ്പ് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു നിങ്ങളോട് ആരോടെങ്കിലും, അല്ലെങ്കിൽ സമൂഹത്തിനോട് ഞാനൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു മതവിഭാഗം ജാതിയോടോ എൻ്റെ അല്ലാത്ത ജാതിക്കാരോടോ അല്ലെങ്കിൽ മതവിഭാഗക്കാരോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തു തന്നെ ആയിക്കോട്ടെ, ഏതെങ്കിലും വ്യക്തി അവഹേളിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവരുടെ ആരാധിക്കുന്ന അവരുടെ ബിംബത്തെ ഞാൻ മോശപ്പെടുത്തി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അത് പ്രശ്നമായി, അത് ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു എന്നറിയുമ്പോൾ ഞാൻ വന്നിട്ട് ഇതുപോലെ ക്യാമറയുടെ മുമ്പ് വന്നിട്ട് എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരൂ, ഞാൻ അറിയാതെ ചെയ്തതാണ്, ബോധപൂർവം അല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് വലിയ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. ഇത് വളരെ സൂപ്പർഫിഷ്യലാണ് മാപ്പ് പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട്, ഇത് ബോധപൂർവം ചെയ്തതല്ല എന്ന് പറയുന്നത് ഒട്ടും തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ബോധപൂർവം ചെയ്യുക എന്നുള്ളത് ഈ വ്യക്തി വിവാദം ഉണ്ടാക്കാനാണോ അതോ കച്ചവടം കൂട്ടാനാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ, ഒന്ന് കച്ചവടം കൂട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിവാദം ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും ഇത് ചെയ്ത വ്യക്തികൾക്ക് അറിയാതിരിക്കാനുള്ള ബോധം അല്ലെങ്കിൽ ബുദ്ധി ഒന്നും ഇല്ലാതിരിക്കത്തില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തികളെയൊക്കെ കണ്ടതാണ്. മാപ്പ് പറയുന്ന വീഡിയോയിലൊക്കെ തന്നെ ഈ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വളർന്ന് വലുപ്പം വെച്ചിട്ടുള്ള, കണ്ണിന് കാഴ്ചയുള്ള, ചെവിക്ക് കേൾവിയുള്ള, മറ്റ് യാതൊരു പ്രവൃത്തികളും അവർ ഈ അറിയാതെയാണ് ചെയ്തു എന്ന് പറയാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ ഇത് മാത്രം തെറ്റുപറ്റിപ്പോയി ബോധപൂർവമല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും യുക്തിയും ഒക്കെ തന്നെ ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് ധാരാളമുണ്ട് എന്നുള്ള കാര്യം ഇത്തരം ആൾക്കാരെ വിസ്മരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മറ്റു സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ഈ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തിലെ ആദ്യത്തെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, ഈ മാപ്പ് പറച്ചിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനെ നമ്മൾ ഒരു രീതിയിലും അത് റിലവൻ്റ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണോ എന്ന് മാത്രം നമ്മൾ നോക്കുക. കാരണം നമുക്ക് ഈ രാജ്യത്ത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഫ്രീഡംസ് ഉണ്ട് വ്യക്തികൾക്ക്. കാരണം നിനക്ക് ഇഷ്ടമുള്ള മതത്തിൽ ചേരുവാനും അതിൽ അടിയുറച്ച് വിശ്വസിക്കാനും അത് പെർമിസിബിളായിട്ടുള്ള ലിമിറ്റിൽ നിനക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ തന്നെ നിനക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവിടുത്തെ നിയമങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനയൊക്കെ തന്നെ നമുക്ക് അവകാശം തരുന്നുണ്ട്, ഫ്രീഡം തരുന്നുണ്ട്. ഫ്രീഡം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ മിസ്യൂസ് ചെയ്യാനുള്ളൊരു സാധനമല്ല, അതിന് ബൗണ്ടറീസ് ഉണ്ട് തീർച്ചയായിട്ടും. അതിർവരമ്പുകളുള്ള ഒരു സാധനമാണ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടാനും പറയാനും വിളിച്ചു പോകാനും അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാനും പിക്ചറിൽ കൂടെ ഇമേജിൽ കൂടെയൊക്കെ തന്നെ പിക്ചറൈസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനോ എന്നുള്ള സ്വാതന്ത്ര്യം ഈ ലീഗലായിട്ടോ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടോ നമുക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എല്ലാം അതിന് റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിയമം ഇടപെട്ട് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖലയാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വൈര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ പ്രൈം മിനിസ്റ്ററെ ഉൾപ്പെടെ ചീഫ് മിനിസ്റ്ററെ ഉൾപ്പെടെ ഒത്തിരി കളിയാക്കലിനും അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കായിട്ടും ഒക്കെ തന്നെ അവർക്കെതിരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഭീഷണിയൊക്കെ പെടുത്തുമ്പോഴുള്ള അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഭീഷണി വരുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ പുറപ്പെടുവിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ പൊതുവെ നമ്മൾ കേൾക്കുന്ന രാഷ്ട്രീയ കളിയാക്കലുകൾ, സർക്കാസ്റ്റിക് ആയിട്ടുള്ള ട്രോളുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള എന്താണ് പറയുന്നത്, അത് വൾഗറായാൽ തന്നെയും തീർച്ചയായിട്ടും ആരും അങ്ങനെ അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ലീഗലായിട്ടുള്ള ഇടങ്ങളിലേക്ക് നമുക്ക് വലിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒരു നോമായി മാറിയിരിക്കുകയാണ്, അത് കോമൺ ആണ്. പക്ഷേ ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടും അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇപ്പം നമ്മൾ പൊതുവെ ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും മലയാളത്തിൽ പറയുമ്പോഴാണ് നമുക്കതിനെ കൂടുതൽ മോശമായിട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വികാരത്തിൻ്റെ ഇമോഷൻസിൻ്റെ ഒക്കെ തന്നെ ഒരു പാർട്ട് തന്നെയാണ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ. വിശ്വാസം ഏത് വ്യക്തിയുടെ ആയാലും ശരി. കാരണം നമുക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഈ റിയാലിറ്റി ആയിട്ടൊന്നും വലിയ ബന്ധമില്ല. അതുവരെയുള്ള ജനങ്ങളുടെ പക്ഷെ അതിനുള്ളിൽ നിൽക്കുന്ന ജനങ്ങളുടെ മനുഷ്യരെയൊക്കെ തന്നെ വിശ്വാസത്തെയും അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ബിംബങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ തന്നെ മറ്റുള്ളവർ വന്നു കയറി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊരു ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസ സമ്പ്രദായത്തിലുള്ള ആൾ ഫീലിങ്സിനെ ഹർട്ട് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള എക്സ്പ്രഷൻ നമ്മളെ കൊണ്ടെത്തിക്കുകയോ ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല, അതിനുള്ള അപ്പോൾ അതെപ്പോഴെല്ലാം ലംഘിക്കപ്പെടുന്നോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവണതകൾ നമ്മൾ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനെ നിയമത്തിന് മുമ്പിൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇപ്പം അപ്പോളജൈസ് ചെയ്തു എന്നും നമ്മളെ ആയിക്കോട്ടെ, A or B ആയിക്കോട്ടെ, അത് സമൂഹത്തിലൊരു പ്രസിഡന്റ് സെറ്റ് ചെയ്യണം. കാരണം നാളെ ഞാൻ വിചാരിക്കണം ഞാൻ ഇതുപോലൊരു കുറ്റം അവർക്കെതിരെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് എൻ്റേതല്ലാത്തൊരു മതത്തിനെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളെയോ അവരുടെ ദൈവങ്ങളെയൊക്കെ ഞാൻ ഇതുപോലെ ഇതിനേക്കാളും മോശമായിട്ട് ചിത്രീകരിച്ച് വൾഗറൈസ് ചെയ്ത് സമൂഹമധ്യേ നമ്മൾ പ്രദർശിപ്പിച്ചതിന് ശേഷം അത് ചോദ്യം ചെയ്യപ്പെട്ടു, അറിയപ്പെട്ടു, അത് പൊതുമാധ്യമം സോഷ്യൽ എന്താണ് പറയുന്നത് സമൂഹമധ്യേ അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് കൈകൊപ്പി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം എന്നുള്ളൊരു പ്രസിഡന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഏത് കുറ്റകൃത്യം ശരി മറ്റുള്ളവർ ചെയ്താലും ശരി അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് എക്സ്ക്യൂസ് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത്. കാരണം ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹത്തിൽ നമ്മളൊരു പ്ലൂറൽ സൊസൈറ്റിയാണ്. പ്ലൂറൽ സൊസൈറ്റി എന്ന് വിളിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മതം, ജാതി, രാഷ്ട്രീയം, മറ്റ് തരത്തിലുള്ള വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എന്ന് വേണ്ട പല വിധത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളിലും അല്ലെങ്കിൽ അവിശ്വാസങ്ങളിലും ഒക്കെ തന്നെ ഏർപ്പെടുന്ന ജനങ്ങളുടെ ഒരു കൂട്ടാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ. വിശ്വസിക്കുന്നതിനാലും ശരി വിശ്വസിക്കാത്തതിനാലും ശരി എൻ്റെ വിശ്വാസത്തിലുള്ള
വ്യക്തിയെ ഞാൻ കാണുന്ന പോലെ തന്നെ മറ്റ് വിശ്വാസമുള്ള ആൾക്കാരെ കാണുവാനുള്ള പൊളിറ്റിക്കൽ ലീഗൽ റൈറ്റ് മാത്രമേ എനിക്കുള്ളൂ. അതിനപ്പുറത്ത് അതിനെ ആ ബൗണ്ടറി കടന്ന് ചെന്ന് എന്തും കാണിക്കാനുള്ള ഫ്രീഡം എനിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലൂറൽ സൊസൈറ്റി ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തിക്കും ഒരു റെസ്പോൺസിബിളായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റ് നിയമം കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുസരിക്കണം. അതിനപ്പുറത്ത് നമ്മൾ തീർച്ചയായിട്ടും സ്വയം ഏറ്റെടുത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ എൻ്റെ മതത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റു മതത്തിനെ റെസ്പെക്റ്റ് ചെയ്താലും ഇല്ലെന്ന് ശരി, അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പോകരുത്, അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ നമ്മൾ ഇതുപോലെ മോശമായി ചിത്രീകരിക്കാനോ പ്രകടിപ്പിക്കാനോ ഒന്നും നമ്മൾ പോകരുത് എന്ന് ഉള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാണ്. എനിക്ക് എൻ്റെ ഇടത്തിൽ പോയിട്ട് എനിക്ക് ആരാധിക്കുകയോ ആരാധിക്കാതിരിക്കുകയോ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഭജിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എനിക്ക് പിന്തുടരാം അല്ലെങ്കിൽ പിന്തുടരാതിരിക്കാം എന്നും പറഞ്ഞ് ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് ഇടങ്ങളിലേക്ക് കയറി ചെന്ന് അവരുടെ ആരാധ്യപുരുഷന്മാരെ അല്ലെങ്കിൽ അവർ പൂജിക്കുന്ന ബിംബങ്ങളെ നമ്മൾ മോശമാണെന്ന് പറയുകയോ ചിത്രീകരിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമം കൊണ്ട് അത് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ലീഗൽ ക്രൈമാണ്. ഇതൊരു സോഷ്യൽ ക്രൈമാണ്. കാരണം സോഷ്യൽ ക്രൈമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിൽക്കുന്ന ഒരു വ്യക്തി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ തന്തയ്ക്ക് പറയുകയും തള്ളയ്ക്ക് പറയുകയും രൂക്ഷമായിട്ട് വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുള്ളതാണ്. അതിൻ്റെ പേരിൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് വലിയ കലാപങ്ങളോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലോ ഒന്നും ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ കലാപങ്ങളൊക്കെ ഉണ്ടാറുണ്ട്, പക്ഷേ അത് ഇതിൻ്റെ പേരിലൊന്നും ഉണ്ടാകാറില്ല. എൻ്റെ നേതാവിനെ തന്തയ്ക്ക് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ നേതാവിനെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിലൊന്നും പൊതുവേ നമുക്ക് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും അതത്ര വോളറ്റലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ഒന്നുമില്ല പൊളിറ്റിക്കൽ ഈ പറഞ്ഞ ടഗ് ഓഫ് വാർ എന്ന് പറയുന്നത്. പക്ഷേ മതവും ജാതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഏതെങ്കിലും രീതിയിൽ ഇഞ്ചുറി ചെയ്യുന്ന തരത്തിലുള്ള ഈ പ്രവൃത്തികൾ അതിന് പുറത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആൾക്കാർ അതിനെ തീർച്ചയായിട്ടും ഇമോഷണലായിട്ട് മാത്രമേ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ട് മാത്രമേ അതിനെ കാണുകയുള്ളൂ, അപ്രോച്ച് ചെയ്യത്തുള്ളൂ. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മതപരമായിട്ടുള്ള കാര്യങ്ങളിലെ ജാതീയമായിട്ടുള്ള കാര്യങ്ങളിലെ ഒരു രീതി അങ്ങനെയാണ്. ലോകത്ത് മൊത്തം എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം എനിക്ക് മറ്റൊരു മതക്കാരനെ തന്തയ്ക്ക് പറയാൻ മോശം പറയാൻ അവകാശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്നെയും പറയാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ കേൾക്കാൻ ഉള്ള ടോളറൻസ് കാണിക്കുക, മെച്യൂരിറ്റി കാണിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പാർട്ട്. അങ്ങനെ മെച്യൂരിറ്റിയും ടോളറൻസും ഇല്ലാത്തൊരു സമൂഹമാണ് പ്രത്യേകിച്ച് ചില വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. അവർക്ക് കൂടുതൽ വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഇത് സോഷ്യൽ ക്രൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നാനാതരത്തിലുള്ള മതജാതി രാഷ്ട്രീയ വിശ്വാസ ആചാര സമ്പ്രദായങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഉള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ സ്പേസാണ്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ സ്പേസിനെ ഡിനൈ ചെയ്യാനോ മറ്റുള്ളവർക്ക് സ്പേസ് ഇല്ലെന്ന് നമുക്ക് പറയാനോ, എന്നുവെച്ചാൽ നിനക്ക് ഇവിടെ ആരാധിക്കാനോ വിശ്വസിക്കാനോ അല്ലെങ്കിൽ നിൻ്റെ മതവുമായിട്ട് നിൻ്റെ ജാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് ഇവിടെ അധികാരമില്ല, അവകാശമില്ല, അല്ലെങ്കിൽ സ്പേസ് ഇല്ല എന്ന് പറയാൻ ഒരു വ്യക്തിക്ക്, ഒരു കൂട്ടായ വ്യക്തികൾക്കൊന്നും ഇവിടെ സാധ്യമല്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ മോറലായിട്ടും നമുക്കറിയാം തീർച്ചയായിട്ടും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരു കോ എക്സിസ്റ്റൻസിൽ കൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പരസ്പരം ഫ്രിക്ഷൻ ഉണ്ടാകാതെ, പരസ്പരം കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതെ, ഫ്രിക്ഷൻ ഉണ്ടാകാതെ കോ എക്സിസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. പരസ്പര വിശ്വാസത്തിൽ കൂടെ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അപ്പോൾ കോ എക്സിസ്റ്റ്, വിശ്വാസത്തിൻ്റെ കാര്യം പറയാം, ട്രസ്റ്റിൻ്റെ കാര്യം പറയാം. കോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്, സമാധാനപരമായിട്ട് നമ്മൾ നിലനിന്ന് പോവുക. അതിന് നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പറഞ്ഞ അങ്ങോട്ട് കയറി ചൊറിയുകയോ ഇങ്ങോട്ട് കയറി ചൊറിയുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും മെച്യൂരിറ്റി, പക്വതയും മിതത്വവും ഒക്കെ ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാരും അവരെ പ്രതിനിധാനം ചെയ്യുന്ന ലീഡർഷിപ്പും നേതൃത്വവും ഒക്കെ തന്നെ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. സമൂഹം എല്ലാം നിലനിൽക്കുന്നത് ട്രസ്റ്റ് ബേസ്ഡാണ്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ സമൂഹം നിലനിൽക്കത്തില്ല, സമൂഹം കൊളാപ്സ് ആകും. ബാക്കി നമ്മൾ സ്നേഹവും ഇഷ്ടവും കെട്ടിപ്പിടുത്തവും ആലിംഗനവും ഒന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെയും സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ പരസ്പരം ക്രയവിക്രയങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് സമൂഹം എപ്പോഴും നമ്മൾ. അപ്പോൾ
സമൂഹത്തിൽ ട്രസ്റ്റ് വളരെ അത്യാവശ്യമാണ്. ട്രസ്റ്റ് ബേസ്ഡ് ആയിരിക്കണം സമൂഹം എപ്പോഴും. ട്രസ്റ്റ് ബേസ്ഡ് അല്ലാത്ത സമൂഹം, ട്രസ്റ്റ് ഇല്ലാത്ത സമൂഹം ഈസി ആയിട്ട് കൊളാപ്സ് ചെയ്യും. ആ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കൊണ്ട് അതിനെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ട്രസ്റ്റ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയും ട്രസ്റ്റാണ് അത്യാവശ്യം. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ വിശ്വാസ്യത തകർക്കുന്ന എന്നുവെച്ചാൽ പൊതു സമൂഹത്തിൻ്റെ ഇതിനകത്ത് നാനാജാതി എന്നല്ല, നാനാതരത്തിലുള്ള ആൾക്കാർ പിന്നെ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാനാതരത്തിലുള്ള ആൾക്കാർ ഉള്ള ഒരു സമൂഹത്തിൽ ട്രസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ആ ട്രസ്റ്റിനെ നിലനിർത്തുക എന്നുള്ളത് അതിനകത്തുള്ള ഓരോ മെമ്പറിൻ്റെയും സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ പൗരൻ്റെയും ധർമ്മമാണ്. നീ ഇപ്പോൾ ഏത് മതക്കാരനായിക്കോട്ടെ, ജാതിക്കാരനായിക്കോട്ടെ, രാഷ്ട്രീയ ചായ്വുള്ളവനായിക്കോട്ടെ, ഇനി ഇതൊന്നും ചായ്വില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ട്രസ്റ്റിനെ വയലേറ്റ് ചെയ്യുക എന്നുള്ളത് ആയിരിക്കരുത് നിൻ്റെ ഉത്തരവാദിത്വവും നിൻ്റെ പ്രവൃത്തിയും. അങ്ങനെ വരുമ്പോൾ അതിനെ തീർച്ചയായിട്ടും നമ്മൾ നിയമപരമായിട്ട് നിയമം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പൊതുവെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നിയമങ്ങളുണ്ട്. എല്ലാ രാജ്യത്തും ഉണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഈ ട്രസ്റ്റിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണിതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജാതിയിലും മതത്തിലും ആചാരത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ നാളെ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടി സമൂഹത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ഞാൻ സമൂഹത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതൊരു സോഷ്യൽ പൊതു ഇടമാണ് നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മളൊരു കടമുറി ആണെങ്കിൽ തന്നെയും ഒരു കച്ചവട സ്ഥാപനമായി മാറുമ്പോൾ അതൊരു പൊതു ഇടമായി മാറും. കാരണം പൊതുജനങ്ങൾ ഈ ഷോപ്പിലേക്ക്, ഈ കച്ചവട സ്ഥലത്തേക്ക് വരികയും ഞാൻ കൊടുക്കാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ അവരത് പർച്ചേസ് ചെയ്യാൻ വരാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പൊതു ഇടമാണ്, പബ്ലിക് പ്ലേസ്. ആ പബ്ലിക് പ്ലേസിൽ തീർച്ചയായിട്ടും ഞാൻ അനുഷ്ഠിക്കേണ്ട, കാരണം ഇതൊരു എക്സ്ക്ലൂസീവ് സോണൊന്നുമല്ല. എന്നുവെച്ചാൽ ഞാൻ ഏത് വിഭാഗത്തിലുള്ള ആളാണോ ആ വിഭാഗത്തിന് വേണ്ടി മാത്രം ഉള്ളൊരു ഇടമല്ല ഒന്നാണല്ല. എന്നുവെച്ചാൽ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം റിലീജിയൻ എ, എൻ്റെ മതം എ ആണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന മതത്തിൽപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല ഇവിടേക്ക് വരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ, കാരണം എല്ലായിടും അങ്ങനെയല്ലോ ഒരിക്കലുമല്ല. കാരണം ഒരിക്കലും അങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഇതുപോലുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തില്ല. അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞ നാനാതരത്തിലുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കാൻ മീൻസ് നാനാതരത്തിലുള്ള ആൾക്കാർ ഉള്ള ഒരു ഇടമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് സോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു കച്ചവടമായിട്ടും എവിടെയെങ്കിലും നമ്മളെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അവിടെ വരും, സാധനങ്ങൾ മേടിക്കും, സേവനങ്ങൾ മേടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ഇപ്പോൾ നടന്ന ഈ പറഞ്ഞ ഒരു സംഭവവികാസം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അങ്ങനൊരു പ്രവണത കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകാനേ പാടില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നാമത് ആ കച്ചവടത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി. കാരണം തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ആരെയാണോ കളിയാക്കിയത് അല്ലെങ്കിൽ ആരെയാണോ മോശപ്പെടുത്തിയത്, ആ വിഭാഗത്തിൽ നിന്നുള്ള ഒട്ടനവധി ആൾക്കാർ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ വന്ന് അവർ കൊടുത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും അതിനെ കൺസ്യൂം ചെയ്യുകയും അവർക്ക് ഈ പൈസ വ്യക്തിക്ക് കൊടുക്കുകയും ഈ വ്യക്തിയുടെ കച്ചവടം അങ്ങനെ മെച്ചപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരവസ്ഥ തീർച്ചയായിട്ടും നിലനിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു സോഷ്യൽ ക്രൈമാണ്. അപ്പോൾ ആ സോഷ്യൽ ക്രൈമിനെ നമ്മൾ തീർച്ചയായിട്ടും ലീഗലി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. ഇതിനെ നമ്മൾ പൊളിറ്റിക്കലിയോ അല്ലെങ്കിൽ വയലൻ്റായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ക്രിയാത്മകമായിട്ട് ഏതെല്ലാം മേഖലയിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമോ, ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുമോ, ഇതിനെ പ്രതിരോധിക്കാനും ചലഞ്ച് ചെയ്യാൻ സാധിക്കുമോ, അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് പറ്റത്തില്ല. ആര് തന്നെയാണ് ശരി, അത് സമൂഹത്തിൻ്റെ സമാധാനത്തെയും ഐക്യത്തെയും ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നാം ഉൾപ്പെടെ എല്ലാ വ്യക്തികളുടെയും സുരക്ഷയെയും അല്ലെങ്കിൽ സേഫ്റ്റി, സെക്യൂരിറ്റി ഇതിനെല്ലാം ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട്. കാരണം ആഭ്യന്തരമായിട്ടുള്ള സ്പർദ്ധ, ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇത് വഴിതെളിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ചെറിയ സ്പാർക്ക് വലിയൊരു ഫയറിനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നവർ തന്നെ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഒന്നോ രണ്ടോ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ക്രൈസിസ് അല്ലെങ്കിൽ ട്രാജഡീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരുപക്ഷെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സോഷ്യൽ ക്രൈമായിട്ട്, ലീഗൽ ക്രൈമാണ്, സോഷ്യൽ ക്രൈമാണ്, പിന്നെ റിലീജിയസ് ക്രൈമാണ് ഓഫ് കോഴ്സ്. കാരണം ഒരു വിഭാഗത്തിൽ ഞാൻ ഒരു പ്രത്യേക മതത്തിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശ്വാസത്തിലും ഞാൻ ഉള്ള ആളാണെന്നും പറഞ്ഞ് എനിക്ക് മറ്റു വിഭാഗത്തിലുള്ള ആൾക്കാരെ എനിക്കിതുപോലെ
പിന്നെ അവരുടെ വിശ്വാസ സമ്പ്രദായങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും മോശപ്പെടുത്തി പിന്നെ സംസാരിക്കാൻ, പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന തരത്തിൽ. നമുക്കിപ്പോൾ പ്രൈവറ്റായിട്ടുള്ള ടോക്കിൽ നമുക്കത് നമ്മൾ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ ഇടങ്ങളിൽ നമ്മളിതിനെല്ലാം നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ ഓക്കെ, കാരണം അതൊന്നും ആരും അറിയുന്നില്ല. നമ്മളുമായിട്ടിരിക്കുന്ന നമ്മുടെ വീട്ടിൽ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ സ്വകാര്യമായിട്ടൊരു വ്യക്തിയായിട്ട് നമ്മുടെ സുഹൃത്തായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ള സംഭാഷണങ്ങളൊക്കെ അത് പൊതുവേ സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഇതിനെ സോഷ്യലൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ സോഷ്യലൈസ് ചെയ്യപ്പെടുകയാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയാണ് പബ്ലിക്കിലേക്ക്. അപ്പോൾ ഇതിനകത്തിൽ കൂടെ ഞാൻ ഏതെങ്കിലും മോശമായിട്ടുള്ള എന്താണ് പറയുന്നത് മെസ്സേജോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് പിന്നെ ഇതുപോലുള്ള വിഭാഗങ്ങൾക്ക് അവരുടെ ഫീലിങ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒക്കെ തന്നെ ഞാൻ സംസാരിക്കുകയും അല്ലെങ്കിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇമേജസ് ഫോട്ടോസ് ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനെ തീർച്ചയായിട്ടും ക്വസ്റ്റ്യനബിളായിട്ടൊരു കാര്യമായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോഷ്യലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുമ്പോഴുള്ള വിഷയമാണ്. അപ്പോൾ അതിനെ നമുക്ക് അനുവദിക്കാൻ, ഇങ്ങനെയുള്ള പ്രവണതകളെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ, 2 or 3 അല്ലെങ്കിൽ എത്ര ആയാലും ആ വ്യക്തികൾ ചെയ്ത ക്രൈമാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൈമിനെ നമുക്ക് ആ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പ്രവണതകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ സമൂഹത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ കളക്റ്റീവായിട്ട് ഇതിനകത്തിൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളുടെ സമൂഹത്തിൻ്റെ സുരക്ഷയുടെയും അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെയും വിഷയമാണ്. കാരണം ഇതിനകത്തിലുണ്ടാകുന്ന ഓരോ സ്പർദ്ധകളും അല്ലെങ്കിൽ ലാക്ക് ഓഫ് ട്രസ്റ്റും നമ്മളുടെ ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ലീഗലി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ്. ലീഗലി അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഈ അപ്പോളജൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ബോധപൂർവ്വം അല്ലെന്നോ പറഞ്ഞുകൊണ്ടോ അതിനെ അടിസ്ഥാനമാക്കി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ ലഘൂകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കൂടുതൽ കാരണം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു പ്രസിഡൻറ്റ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞു. കാരണം എനിക്ക് ലവനാകാമെങ്കിൽ എനിക്കും ആകാമല്ലോ, അവനെ അന്ന് വെറുതെ വിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെയും വെറുതെ വിടുമായിരിക്കും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഒട്ടുമിക്ക ഇതുപോലുള്ള ക്രൈമുകളും നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള ഇതിനെ പ്രതിരോധിക്കാൻ ഒരു സംവിധാനമുണ്ട്, ചോദ്യം ചെയ്യാൻ പിന്നെ ലീഗൽ സിസ്റ്റമുണ്ട്, പിന്നെ ജുഡീഷ്യൽ സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിക്റ്റിമായിട്ടുള്ള സൈഡ് ഏതാണോ അവർ വളരെ സ്ട്രോങ് ആണ് എന്ന് നമ്മൾ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇത് ഒരു റെപ്പറ്റേറ്റീവായിട്ടുള്ളൊരു സംഭവമായി മാറുന്നതിനെ നമുക്കിതിനെ തടയാൻ സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൊസൈറ്റി കളക്റ്റീവായിട്ട് ഇതിനെ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇതിനകത്തിലെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അതിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു വ്യക്തിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്നുകിൽ നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭകരമായിട്ടുള്ളൊരു ലക്ഷണമല്ല. കാരണം ഇത് ഏത് വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയാണ് ചെയ്തത്, ആ വ്യക്തി ആ വിഭാഗത്തിനെ കൂടെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും വന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പൊതുവെ ഉണ്ടാകുന്നതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്ക് ജനങ്ങൾ വളരെ പിന്നെ ഡീപ്പായിട്ട് ചിന്തിക്കുകയോ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയോ ചെയ്യാനുള്ള ക്ഷമയും സമയമൊന്നും ആർക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സൗകര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിൽ കാണുന്ന കാഴ്ചകളെ അവർ പിന്നെ എന്താണ് പറയുന്നത് അവർക്ക് ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ മാത്രമേ അവർ തീർച്ചയായിട്ടും അതിനെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഒരു വിഭാഗത്തിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ടൈം നമ്മൾ എടുത്ത് പേഷ്യൻ്റായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ചില ശരിയും അല്ലെങ്കിൽ തെറ്റുകളും ഉണ്ടാകും. പക്ഷേ അതിനുള്ള പിന്നെ ഈ ക്ഷമയും കരുത്തും ഒന്നും ജനങ്ങൾക്കില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ പോലെ ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുൾപ്പെടെയുള്ള ജനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുവാനും കാണാനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കായിരിക്കും നമ്മളുടെ ശ്രദ്ധകൾ പോകുന്നതും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം അവർ കളക്റ്റീവായിട്ടുള്ള മെച്യൂരിറ്റി അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള പക്വത അവരുണ്ടാകണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ആൾക്കാരും പിന്നെ ഒരേ തലത്തിൽ ചിന്തിക്കുന്ന പക്വതയോടും അല്ലെങ്കിൽ മതത്തോടും ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല. അങ്ങനെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പിന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വിക്റ്റിമാക്കുന്ന രീതിയിൽ മറുഭാഗത്തുനിന്ന് പ്രവണത ഉണ്ടാകുമ്പോൾ പക്വതയും അല്ലെങ്കിൽ ഈ പാലിക്കണം എന്ന് ആരെങ്കിലുമൊക്കെ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ
ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ട് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾ സമൂഹത്തിൽ നമ്മൾ പിന്നെ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അത് ഏത് ജാതിയിലും മതത്തിലും ഏത് രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ ഉള്ള ആൾക്കാരായിരുന്നാലും ശരി, അവരുടെ നേതൃത്വത്തിന് ഇപ്പം ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടന, ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു നേതൃത്വം കാണും. കാരണം ആ മതത്തിലുള്ള വിശ്വാസികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നേതൃത്വവും സംഘടനയും ഒരു നേതൃത്വം കാണും. ആ നേതൃത്വത്തിനൊക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കാൻ അത്തരം നേതൃത്വങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിനകത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരം ക്രൈം ചെയ്ത ആൾക്കാരെ നിശബ്ദമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ കൂടുതൽ സ്പർദ്ധ ഉണ്ടാക്കി വെക്കുകയും ഈ നമുക്ക് ഉള്ള ട്രസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, നമുക്ക് സമൂഹത്തിൽ വേണ്ട ട്രസ്റ്റ് ആ ബേസിനെ തകർക്കാൻ മാത്രമേ ഇത് സഹായിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കൊണ്ടും നമുക്ക് അതാണ് ഗ്ലൂ, ഈ പശ, അതാണ് സമൂഹത്തിനെ ഒട്ടിച്ചു നിർത്തുന്ന പശ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. ട്രസ്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊന്നും കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിനെ നമുക്ക് ഒട്ടിച്ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ, ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും സോഷ്യൽ ട്രസ്റ്റിനെ നശിപ്പിക്കുന്നതായതുകൊണ്ട് ഒരു ഭാഗത്തു നിന്നും ഇതുപോലുള്ള പ്രവൃത്തികളും പ്രവണതകളും ഉണ്ടാകാതിരിക്കാൻ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെയും അല്ലെങ്കിൽ പ്രവണതകളെയൊക്കെ തന്നെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് വഴി, പെരുമാറ്റച്ചട്ടം വഴി തീർച്ചയായിട്ടും നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ച് അതിനെ ലഘൂകരിക്കാനും ഒക്കെ തന്നെ ശ്രമിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും പൊതുവേ ഉള്ള കാഴ്ചകൾ നമ്മൾ കാണാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ വ്യക്തി ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ആ വിഭാഗവുമായി ബന്ധപ്പെട്ട നേതൃത്വം മുന്നിലേക്ക് വന്ന് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിന് മറുഭാഗത്ത് ഈ വിക്ടിമൈസ് ചെയ്യപ്പെട്ട വിഭാഗം ഏതാണോ ആ വിഭാഗത്തോട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഭാഷണത്തിലൂടെയും കോൺവെർസേഷനിലൊക്കെ കൂടെ തന്നെ നമുക്ക് ഈ ട്രസ്റ്റിനെ നമുക്ക് കൂടുതൽ സിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ അതിന് പകരം ഇതിനൊന്നും ആരും ശ്രമിക്കാറില്ല. അവർ തീർച്ചയായിട്ടും ഇതെല്ലാം മാക്സിമം പൊളിറ്റിസൈസ് ചെയ്യാനും രാഷ്ട്രീയവൽക്കരിക്കാനും അത് ഈ കൂടുതൽ സ്പർദ്ധയിലേക്ക് ഇതിനെ കൊണ്ടുപോകാനും ഒക്കെ തന്നെയാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്. പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും ശരി, ഒരു മതവിഭാഗത്തിലുള്ള ആൾക്കാർക്കും അവർക്കിഷ്ടമില്ലാത്ത, അവർക്കെതിരെ നിൽക്കുന്ന മതവിഭാഗത്തിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ദൈവങ്ങളെയും ദൈവവിശ്വാസികളെയും ഒന്നും തന്നെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സമ്പ്രദായങ്ങളെയൊന്നും തന്നെ മോശപ്പെടുത്താനും അല്ലെങ്കിൽ ഈ വൾഗറൈസ് ചെയ്യാനും ഇതുപോലെ വളരെ മോശമായ രീതിയിൽ അവരുടെ ദൈവങ്ങളെ ചിത്രീകരിക്കാനും അതിനെ പ്രകടിപ്പിക്കാനും എന്നുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല, നിയമപരമായിട്ടില്ല, ഭരണഘടനാപരമായിട്ടുമില്ല. അത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അത് സമൂഹത്തിൽ നമ്മളിലെ ഈ ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയും. എന്നുവെച്ചാൽ ഫ്യൂവൽ ഫയർ, നമ്മൾ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ് ഈ പറഞ്ഞ പ്രവർത്തികളൊക്കെ തന്നെ. ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അറിയാം. വളരെ എന്താണ് പറയുന്നത്, സമാധാനപരമായിട്ട് 99.9999% ആൾക്കാരും വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക തലത്തിൽ നിന്ന് ഇത്തരം പ്രവണതകൾ കൂടിക്കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 99.99 എന്നുള്ള എണ്ണം കുറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആ റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ട്രസ്റ്റിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ നമ്മൾ നേടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. അവിടെ തീർച്ചയായിട്ടും കൃഷ്ണൻ എന്ന് പറയുന്ന ഈശ്വരൻ, കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാന് കുഴിമന്തിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കൃഷ്ണനെ ഭജിക്കുന്നവർ, കൃഷ്ണനെ ആരാധിക്കുന്നവരെ അവരുടെ വഴിക്ക് വിടുക. അവർ ആരാധിക്കട്ടെ, അവർ ഭജിക്കട്ടെ. അതിനകത്തിൽ പണ്ട് കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ സീതയൊക്കെ തന്നെ മാംസം കഴിച്ചിട്ടുണ്ടോ, മാംസം അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നോൺ വെജ് വെജിറ്റേറിയൻ മാത്രമായിരുന്നു എന്നുള്ള ചർച്ചകൾക്കൊന്നും നമ്മുടെ സമകാലീന ലോകത്തിൽ ഇപ്പം വലിയ പ്രസക്തിയൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ ആരാധനയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസ സമ്പ്രദായത്തെ മറ്റൊരു വിഭാഗത്തിലുള്ള
മറുഭാഗത്തുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ മതവിഭാഗക്കാർ ചൊറിയാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ കൂടുതൽ എന്താണ് പറയുന്നത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. നമുക്ക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് വളരെ അത്യാവശ്യം. ആ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമാധാനവും സെക്യൂരിറ്റിയും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിലും അതൊരു ആചാരങ്ങളിലും ഒക്കെ തന്നെ മറ്റു വിഭാഗക്കാർ ഈ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വളരെ ഈവിൽ മൈൻഡായിട്ടുള്ള പ്രവണതകൾ സൃഷ്ടിക്കാതിരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുക. വളരെ പക്വമായിട്ട് വളരെ മിതമായിട്ടും ഒക്കെ തന്നെ വളരെ യുക്തിപരമായിട്ടും ഒക്കെ തന്നെ എല്ലാവരും പരസ്പരം സഹവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ സമൂഹത്തിന് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അതിന് ഞാൻ എപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്നൊരു നിലപാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മതങ്ങളിൽ നമ്മൾ കയറി ചെറിയാതിരിക്കുക, മറ്റുള്ളവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ദൈവങ്ങളെയൊന്നും കയറി നമ്മൾ അനാവശ്യമായി പുലഫിം പറയുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കായിട്ട് നമ്മൾ ട്രോൾ ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം അതൊക്കെ തീർച്ചയായിട്ടും റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പ്രതിരോധിക്കാൻ അതിന് ശക്തരായിട്ടുള്ള ആൾക്കാർ എല്ലാ വിഭാഗത്തും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും പരസ്പരം ഓർമ്മിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.